അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമസ്കാരത്തിൽ സുജൂദിൻ്റെ ഭാഗത്ത് നെറ്റി നിലത്ത് മുട്ടേണ്ടതുണ്ടല്ലോ. അപ്പോൾ തൊപ്പി വെക്കുന്ന സന്ദർഭത്തിലും മക്കനായിടുന്ന സന്ദർഭത്തിലും അതേപോലെ തന്നെ മുഖം മറക്കുന്ന സാഹചര്യങ്ങളിലും, അപ്പോൾ സ്ത്രീകൾ ചില ആളുകൾ മുഖം മറക്കാറുണ്ട്. ഈ രൂപത്തിൽ നമസ്കരിക്കുമ്പോൾ നെറ്റി നേർക്ക് നേരെ നിലത്ത് മുട്ടുകയില്ല. ഇങ്ങനെ വന്നാൽ നമസ്കാരത്തെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത് മഹാനായ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കുന്നാ നുസല്ലി മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഷിദ്ദത്തിൽ ഹർ. നല്ല ചൂടുള്ള സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഞങ്ങൾ നമസ്കരിച്ചു. ഫൈദാ ലം യസ്തതി അഹദുനാ അയ്യുമക്കിന ജബ്ഹതഹു മിനൽ അർദ്. മണ്ണിൽ, ഭൂമിയിൽ നെറ്റിത്തടം വെച്ച് സുജൂദ് ചെയ്യാൻ പറ്റാത്തത്ര തീഷ്ണമായ രൂപത്തിൽ ചൂട് കാരണം പൊള്ളിക്കിടക്കുകയാണ് മണ്ണ്. ആ സമയത്ത് ബസത്ത സൗബഹു ഫസജദ അലൈഹി, അവിടെ ഒരു വസ്ത്രം വിരിക്കുകയും അവിടെ സുജൂദ് ചെയ്യുകയും ചെയ്തു എന്നാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് സുജൂദിൻ്റെ അവയവങ്ങൾ, ആ അവയവങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നെറ്റിത്തടം. ആ നെറ്റിത്തടം നിലത്ത് മുട്ടുക തന്നെ വേണം. എന്നാൽ നേർക്ക് നേരെ തൊപ്പി വെക്കുന്നത് കൊണ്ടോ നിക്കാബ് ഇടുന്നത് കൊണ്ടോ മുഖം മറക്കുന്നത് കൊണ്ടോ മക്കന ഇടുന്നത് കൊണ്ടോ നെറ്റിത്തടം ഭൂമിയിൽ മുട്ടിയില്ല, തുണിയുടെ മുകളിലായിട്ടാണ് മുട്ടി എന്നതുകൊണ്ട് സുജൂദിൻ്റെ അവയവങ്ങളെ അത് പ്രതികൂലമായി ബാധിക്കുന്നതല്ല. കാരണം നെറ്റിത്തടം തുണിയോടുകൂടിയാണെങ്കിലും നിലത്ത് മുട്ടിയാൽ മതി എന്നുള്ളതാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇതാണ് ആ വിഷയത്തിലുള്ളത്. അപ്പോൾ ഷോക്സ് ഇട്ട് നമസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഷോക്സ് നിലത്ത് മുട്ടിയാൽ മതി. മുഖമറച്ച് നമസ്കരിക്കുന്ന ഒരു സഹോദരിക്ക് മുഖത്തിൻ്റെ ആ നെറ്റിയുടെ ഭാഗം, അത് വസ്ത്രമുണ്ടോ ഇല്ലേ എന്നുള്ളത് വിഷയമല്ല. അവിടെ നെറ്റിത്തടം സുജൂദിൻ്റെ ഭാഗത്ത് സുജൂദ് ചെയ്യുമ്പോൾ നെറ്റിത്തടം നിലത്ത് മുട്ടിയാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. അതുതന്നെയാണ് തൊപ്പിയുടെയും നിക്കാബിൻ്റെയും ഒക്കെ വിഷയം. ഇതാണ് ആ വിഷയത്തിലുള്ളത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.